ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചസ് അക്കാഡമി. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ 15ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത്? കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത്? ആൻസർ ഓപ്ഷൻ 2 പതിറ്റുപത്ത്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് പതിറ്റുപത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദമാണ്. ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദം. ആൻസർ ഓപ്ഷൻ 3 ഫൊൻ. ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഫൊൻ. 3, ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 പെറു. ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്നത് പെറുവിലാണ്. 4, അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ താരം. അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ 4 PK ബാനർജി. അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് PK ബാനർജി. 5, തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? ആൻസർ ഓപ്ഷൻ 2 UA ഖാദർ. തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? ആൻസർ UA ഖാദർ. 6, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 താക്കൂർദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. 7, കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? ആൻസർ ഓപ്ഷൻ 1 സുഗതകുമാരി. വഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? ആൻസർ സുഗതകുമാരി. 8, മലബാർ സുന്ദരി എന്ന ചിത്രം വരച്ചത് ആരാണ്? മലബാർ സുന്ദരി എന്ന ചിത്രം വരച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 രാജ രവിവർമ്മ. മലബാർ സുന്ദരി എന്ന ചിത്രം വരച്ചത് രാജ രവിവർമ്മ. 9, അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ പര്യവേഷണ കേന്ദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ഭാരതി. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ പര്യവേഷണ കേന്ദ്രമാണ് ഭാരതി. 10ാമത്തെ ക്വസ്റ്റ്യൻ, ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്ന്? ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ 3 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. 11, ചുവടെ പറയുന്നവയിൽ ശരീരത്തിലെ ലസികാ വ്യവസ്ഥയെ ബാധിക്കുന്ന പകർച്ചവ്യാധി ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 മന്ദരോഗം. ആൻസർ ഓപ്ഷൻ 1 മന്ദരോഗം. 12, ഏത് രോഗം തിരിച്ചറിയാനായി നടത്തുന്നതാണ് സ്പാറ്റുല ടെസ്റ്റ്? ഏത് രോഗം തിരിച്ചറിയാനായി നടത്തുന്നതാണ് സ്പാറ്റുല ടെസ്റ്റ്? ആൻസർ ഓപ്ഷൻ 4 ടെറ്റനസ്. ആൻസർ ഓപ്ഷൻ 4 ടെറ്റനസ്. 13, ലൈംഗിക അതിക്രമങ്ങൾ, ആസിഡ് ആക്രമണങ്ങൾ, ഗാർഹിക പീഡനം തുടങ്ങിയവ അതിജീവിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ആശ്വാസനിധി. ആൻസർ ഓപ്ഷൻ 2 ആശ്വാസനിധി. 14, സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്ര ജനവിഭാഗങ്ങളിൽപ്പെടുന്ന സ്ത്രീകൾക്കും കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 പ്രത്യാശ സ്കീം. ആൻസർ ഓപ്ഷൻ 3
പ്രത്യാശ സ്കീം. 15 ചുവടെ പറയുന്നവയിൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ 1 ഔഷധങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കൽ. ആൻസർ ഓപ്ഷൻ 1 ഔഷധങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കൽ. 16 ചുവടെ പറയുന്നവയിൽ അവശിഷ്ട വിഷയങ്ങൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? അന്തർദേശീയ അതിർത്തികൾ, മനുഷ്യാവകാശ സംരക്ഷണം, അന്തർദേശീയ ഉടമ്പടികൾ, സൈബർ നിയമം. ആൻസർ ഓപ്ഷൻ 4 സൈബർ നിയമം. ആൻസർ ഓപ്ഷൻ 4 സൈബർ നിയമം. 17 ഭരണഘടന അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകൾ ഭരണഘടനയുടെ ഏതു പട്ടികയിലെ വിഷയമാണ്? ആൻസർ ഓപ്ഷൻ 2 8ാം പട്ടിക. ആൻസർ ഓപ്ഷൻ 2 8ാം പട്ടിക. 18 ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതിയെ ചിത്രങ്ങളാൽ അലങ്കരിച്ചത് ആരാണ്? ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതിയെ ചിത്രങ്ങളാൽ അലങ്കരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 നന്ദലാൽ ബോസ്. ആൻസർ ഓപ്ഷൻ 3 നന്ദലാൽ ബോസ്. 19 മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപവൽക്കരിക്കണമെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 1.25 കോടി മലയാളികൾ. ആൻസർ ഓപ്ഷൻ 1 1.25 കോടി മലയാളികൾ. 20 കൊച്ചി തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ ഒരേ സമയം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയ മിഷനറി സംഘം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ചർച്ച് മിഷൻ സൊസൈറ്റി. ആൻസർ ഓപ്ഷൻ 4 ചർച്ച് മിഷൻ സൊസൈറ്റി. 21 പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള ഏതു പ്രശ്നത്തിലാണ് 1918 ഗാന്ധിജി ഉപവാസ സമരം നടത്തിയത്? ആൻസർ ഓപ്ഷൻ 2 അഹമ്മദാബാദ് തുണിമിൽ സമരം. ആൻസർ ഓപ്ഷൻ 2 അഹമ്മദാബാദ് തുണിമിൽ സമരം. 22 ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വന നിയമങ്ങൾ ചുവടെ പറയുന്നവയിൽ ഏത് ഗോത്ര കലാപത്തിനാണ് കാരണമായത്? ആൻസർ ഓപ്ഷൻ 3 സന്താൾ കലാപം. ആൻസർ ഓപ്ഷൻ 3 സന്താൾ കലാപം. 23 മൊളാസിസ് തടം എന്നും അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂപ്രദേശം ഏതാണ്? മൊളാസിസ് തടം എന്നും അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂപ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 മിസോറാം. ആൻസർ ഓപ്ഷൻ 1 മിസോറാം. 24 ജുമ്മിങ് കൃഷി ചെയ്തു വരുന്ന ധാരാളം ഗോത്രവിഭാഗക്കാർ അധിവസിക്കുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 കിഴക്കൻ കുന്നുകൾ. ആൻസർ ഓപ്ഷൻ 4 കിഴക്കൻ കുന്നുകൾ. 25 എന്തൊക്കെ ചേർന്നതാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ? എന്തൊക്കെ ചേർന്നതാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ? ആൻസർ ഓപ്ഷൻ 2 ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും. ആൻസർ ഓപ്ഷൻ 2 ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും. 26 സൈബർ ഭീകരത പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? സൈബർ ഭീകരത പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 66F. ആൻസർ ഓപ്ഷൻ 3 66F. 27 ഒരു കൂട്ടം സ്വകാര്യ കമ്പ്യൂട്ടറുകൾ, സംഭരണ ഉപകരണങ്ങൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ച് ഒറ്റ കമ്പ്യൂട്ടർ എന്ന നിലയിൽ പ്രവർത്തിപ്പിക്കുന്ന സംവിധാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ്. ആൻസർ ഓപ്ഷൻ 1 ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ്. 28 2024 ഫെബ്രുവരിയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 INS സന്ധ്യക്. ആൻസർ ഓപ്ഷൻ 4 INS സന്ധ്യക്. 29 സ്ഥാപിതമായതിൻ്റെ 75ാം വാർഷികം 2024 ജനുവരിയിൽ ആഘോഷിച്ച സ്ഥാപനം ഏതാണ്?
ആൻസർ ഓപ്ഷൻ 2 സുപ്രീം കോടതി. ആൻസർ ഓപ്ഷൻ 2 സുപ്രീം കോടതി. 30 2022-23 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ശുഭ്മാൻ ഗിൽ. ആൻസർ ഓപ്ഷൻ 3 ശുഭ്മാൻ ഗിൽ. 31 കേരള സർക്കാരിൻ്റെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? കേരള സർക്കാരിൻ്റെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 1 തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ 1 തിരുവനന്തപുരം. 32 75-ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ വിശിഷ്ടാതിഥി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ 4 ഇമ്മാനുവൽ മാക്രോൺ. ആൻസർ ഓപ്ഷൻ 4 ഇമ്മാനുവൽ മാക്രോൺ. 33 രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാതയായ T50 എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാതയായ T50 എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 2 ജമ്മു കാശ്മീർ. ആൻസർ ഓപ്ഷൻ 2 ജമ്മു ആൻഡ് കാശ്മീർ. 34 പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയിൽ 100% സാച്ചുറേഷൻ നേടിയ രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 വയനാട്. ആൻസർ ഓപ്ഷൻ 2 വയനാട്. 35 ബാഡ്മിൻ്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യയുടെ വനിതാ ടീമിൽ അംഗമായ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ട്രീസ ജോളി. ആൻസർ ഓപ്ഷൻ 3 ട്രീസ ജോളി. 36 ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഏതാണ്? ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ഒഡീസിയസ്. ആൻസർ ഓപ്ഷൻ 1 ഒഡീസിയസ്. 37 ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും ICC ഒന്നാം റാങ്കിൽ എത്തിയ ആദ്യ ബൗളർ ആരാണ്? ആൻസർ ഓപ്ഷൻ 4 ജസ്പ്രീത് ബുംറ. ആൻസർ ഓപ്ഷൻ 4 ജസ്പ്രീത് ബുംറ. 38 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായത് ആരാണ്? 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ഖത്തർ. ആൻസർ ഓപ്ഷൻ 2 ഖത്തർ. 39 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായമേറിയ താരമായി മാറിയ ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ 4 രോഹൻ ബൊപ്പണ്ണ. ആൻസർ ഓപ്ഷൻ 4 രോഹൻ ബൊപ്പണ്ണ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40 2024 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ സിനിമാ താരം ആരാണ്? 2024 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ സിനിമാ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ചിരഞ്ജീവി. ആൻസർ ഓപ്ഷൻ 3 ചിരഞ്ജീവി. താങ്ക് യു.